ഒരു ലെൻസ് പോലെയാണ് ഈ കണ്ണ്. ഈ ലെൻസ്, ഈ കണ്ണായ ലെൻസിലൂടെ ആരാ കാണുന്നത്? മനസ്സാണ് കാണുന്നത്. മനസ്സാണ് കണ്ടിട്ട് അത് ചുവപ്പാണ്, പച്ചയാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം തിരിച്ചറിയുന്നത് മനസ്സാ. കണ്ണിലൂടെ കണ്ടിട്ട് കണ്ണിനൊന്നും അറിയില്ല. കണ്ണിനെന്താ അറിയോ? ഇല്ല. അത് ഒരു ലെൻസ്, കണ്ണട, മോള് വെച്ച മാതിരി ഒരു കണ്ണട മാത്രമാണ് ലെൻസ്. ഇതിലൂടെ കാണുന്നത് മനസ്സാണ്. മനസ്സ് കണ്ട് തിരിച്ചറിഞ്ഞ്, ആ തിരിച്ചറിവാണ് നാവിലൂടെ നമ്മൾ പറയുന്നത്. ആ തിരിച്ചറിഞ്ഞ് ഉദ്ദേശ ലക്ഷ്യങ്ങളും ആവശ്യമായതൊക്കെ ആ മനസ്സാണ് കയ്യിലൂടെ പ്രവർത്തിക്കുന്നത്. ആ മനസ്സാണ് കാലിലൂടെ നമ്മൾ സഞ്ചരിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സാണ് ഈ ചെറു പ്രപഞ്ചത്തിൻ്റെ നാഥൻ. ഇതിനെ സൃഷ്ടിച്ചതും ഇതിനെ നിലനിന്ന് പ്രവർത്തിക്കുന്ന നിയന്ത്രിക്കുന്നതും ഈ അർശക്കുർശ്. ഇതാണ് അർശക്കുർശ്. മോമിൻ്റെ കൽബ് അള്ളാഹുവിൻ്റെ അർശാണ്. മോമിനായാൽ അപ്പൊ ഞാനല്ലേ മോമിന്. ഇതിൻ്റെ അർശ് ഏതാണ്? ഞാനല്ലേ കാണുന്നത്. നിങ്ങൾക്കറിയാം? ഇല്ല. അപ്പോൾ എൻ്റെ ഇതാണ് മോനെ മൂന്നാം കണ്ണ്. കണ്ടോ? ഈ സാധാരണ ഈ കണ്ണിനൊന്നും അറിയില്ല. ഇത് അന്ധനാണ്. ഉൾക്കണ്ണ് തുറക്കണം. അതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. രാത്രി മനുഷ്യൻ്റെ ഈ കണ്ണ് കാണൂല. അവന് വെളിച്ചം വന്ന്, വെളിച്ചമാണ് കാഴ്ച നൽകുന്നത്. വെളിച്ചമില്ലെങ്കിൽ കാഴ്ചയില്ല. അപ്പം നിങ്ങൾക്ക് കാഴ്ച ഉണ്ടോ? ഇപ്പം ഇവിടെ വെളിച്ചമില്ലെങ്കിൽ നിങ്ങൾ കാണുമോ? അപ്പം നിങ്ങൾക്ക് സ്വന്തമായി കാഴ്ചയില്ല മോളെ. നിങ്ങൾക്ക് വെളിച്ചം വന്ന് കാഴ്ച നൽകിയാൽ ചുറ്റുപാടുള്ളത് എന്ത് നിങ്ങൾ കാണുമോ? അല്ലെങ്കിൽ കൂരിരുട്ട് മാത്രമായിരിക്കും. അപ്പം നമുക്ക് കാഴ്ചയില്ല. അപ്പം നമുക്ക് വെളിച്ചം വേണം. അതെ, ആകെയുള്ള വെളിച്ചം ആത്മാവിനാണ് വെളിച്ചമുള്ളത്. ആത്മാവ് തൻ്റെ വിശേഷ ഗുണങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശ മനസ്സായി, ദൃശ്യമായി. അതാണ് വെളിച്ചം, അതാണ് പ്രകാശം, അതാണ് മനസ്സ്. മനസ്സില്ലെങ്കിൽ വെളിച്ചമില്ലടാ.